മീശയുടെ ഇന്റർവ്യൂ മുസ്താഷ് എന്ന് പറഞ്ഞ പാട്ടിന്റെ ഇന്റർവ്യൂ എന്ന് വരുമ്പോൾ തന്നെ എന്തിനാണ് എന്നെ ചൂസ് ചെയ്തെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മീശയില്ല. ബട്ട് ദ ഗുഡ് തിങ് ഇസ് കൂടെ വരുന്ന ഒരാൾ. അതെ, വന്നുമൂടും പൂടക്കാട് മൂക്കിൻ താഴെ വട്ടം പീരിക്കല് ആണെന്ന് ചൊല്ലല് കണ്ണുമൂടും കത്തികേറ്റും പല കുറി കൂടെ നടന്ന മുഖങ്ങൾ പലതിനി 4 3 7 പൂട കിളുത്തത് വട്ടം പീരി മുണ്ടു മാടിക്കുത്തിക്കെട്ടി കണ്ടില്ലെന്നു നടിച്ചവർ അനവധി എത്തിക്കുത്തി നോക്കും ചത്തോന്നറിയാനായി. And I feel like the best. This must be a test. I swear I've been reeling this alley. I'm killing that swing. I connect. You ride me a check. It's time to collect. This that reality. Call it a flex. Hold up. മുസ്താഷ് ഇമ്പാച്ചിക്ക് മീശ ഉണ്ടായിരുന്നോ? ഈയിടെയായിട്ട് മീശ വെച്ചോ? എന്റെ ഓർമ്മയിലില്ല. ഇന്ന് രാവിലെ ഒന്നും കൂടെ എടുത്തൊക്കെ നോക്കി, ഇല്ല, കാണുന്നില്ല, വീഡിയോയിലില്ല. അതുകൊണ്ട് ഒരു മാസം മുന്നേ എനിക്കും ഇല്ലായിരുന്നു മീശ. അപ്പൊ കുഴപ്പമില്ല. അല്ല, പക്ഷെ പൊതുവെ മീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലയാളികൾക്ക് സ്പെഷ്യലി ആ ഒരു മാസ്കുലിനിറ്റി ഇറ്റ്സ് ബീൻ ദർ ത്രൂ ജനറേഷൻസ്. ഫാദേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മീശയാണ് ഫിഗർ എന്നിട്ട് നമ്മൾ കാണാം. ബട്ട് ഈ ഒരു ജോണറിൽ വി നെവർ സീൻ എ ട്രാക്ക് ഫ്രം യു. ടെക്നിക്കലി എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനത്തെ ട്രാക്കുകൾ ഓൾവേസ് ലൈക്ക് എന്റെ ജോണർ ആക്ച്വലി ആൾക്കാര് കൂടുതലും നമുക്ക് മെലഡീസ് ചെയ്യാനുള്ള ഫിലിം ചെയ്യുമ്പോൾ അറിയാലോ, ഫിലിമിൽ അതിന്റെ നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം, അതിന്റെ കഥ, അതിന്റെ സിറ്റുവേഷൻ, ഇതനുസരിച്ച് നമുക്ക് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ലൂക്കല് നീല നേരത്തിന്റെ സാഹചര്യത്തിൽ എനിക്ക് ഒരിക്കലും മുസ്താഷ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോളോയില് സീതാ കല്യാണത്തിന് പകരം എനിക്ക് ഒരിക്കലും ഒരു ഹൈ എൻഡ് ലൈക്ക് പമ്പി ട്രാക്ക് പറ്റില്ല. അപ്പം ഇത് ആക്ച്വലി ഇനിഷ്യലി ഇത് പടത്തില പ്ലാൻ ചെയ്ത ട്രാക്ക് അല്ലായിരുന്നു. സ്കോർ ചെയ്ത് വന്ന വഴിക്ക് നമുക്ക് ജനറേറ്റ് ആയി വന്ന ഒരു ഇതാണ്. അപ്പോൾ ഡിസ്കസ് വിത്ത് ദ ഡയറക്ടർ, നമുക്ക് അങ്ങനെ ഒരു പരിപാടി ആക്കാന്ന് പറഞ്ഞു. ആയി, അങ്ങനെ മച്ചാനും കൂടെ ഇന്നായി, അങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയാം, എന്റെ ജോണർ ആക്ച്വലി ഞാൻ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം ആക്ച്വലി അതാണോ എന്റെ ജോണർ എന്ന് ചോദിച്ചാൽ അതല്ല. ഞാൻ കുറച്ചുകൂടെ വേറെ ഒരു സെക്ഷനിൽ, അത് കൂടുതലും ഇനിയിപ്പോ അത് പയ്യെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ റിലീസ് ചെയ്യേണ്ടി വരും. കാരണം പടത്തിന് ചെയ്യുമ്പോൾ എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെ, ഓഫ് കോഴ്സ്. ആ ഒരു തീം എന്താണ് അത് വെച്ച് നിൽക്കണം. ഞാൻ പറയാണ്, ചില ഹിറ്റ് പാട്ട് ശാപം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ ചേട്ടാ ലൂക്കയിലുള്ള പോലത്തെ പാട്ടുകൾ ഇറക്കാവോ എന്നൊക്കെ പറഞ്ഞ് താഴത്ത് കമന്റ് കൊള്ളുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഒത്തിരി വരുന്നുണ്ട്. സോ കമന്റ് മാത്രമല്ല, നമ്മുടെ അടുത്ത് ഇപ്പം ന്യൂ കമേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ വരുമല്ലോ, മീൻസ് ലവ് സ്റ്റോറീസ് ഒക്കെ ആയിട്ട്. അപ്പൊ ചിലർ ചൂസ് ചെയ്യുന്നത് അങ്ങനെ, ബ്രോ സീതാ കല്യാണം പോലത്തെ ഒരു പാട്ട്. അപ്പൊ ഞാൻ പറയും, ബ്രോ അത് ഓൾറെഡി ചെയ്തില്ലേ. അപ്പൊ എന്താന്ന് വെച്ചാൽ വീണ്ടും ഞാൻ അതേ ജോണർ, അതേ ഒരു ഇതില് സാധനം ചെയ്യാൻ നിർബന്ധിതനാവും ചിലപ്പോൾ. ഇഫ് ഇറ്റ്സ് എ ഗുഡ് കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യില്ല ഒരിക്കലും പടം. അപ്പൊ വീണ്ടും അതേ ഒരു ജോണറിൽ അല്ലെ അതേ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ നോക്കും. അങ്ങനെ സംഭവിക്കും. ശരിയാ. ബട്ട് നൈസ്. അപ്പൊ ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് ബ്രേക്ക്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യാമെന്നുള്ളത്, മീശ ഞാൻ കമ്മിറ്റ് ചെയ്യാനുള്ള കാര്യം തന്നെ എനിക്ക് പണിയെടുക്കാൻ കുറെ സ്പേസ് ഉണ്ട്. പിന്നെ ഡയറക്ടറും പുള്ളിക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത് ടിപ്പിക്കൽ പരിപാടി എന്തുവേണം ട്രൈ ചെയ്തോന്നുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര വെൽക്കമിങ്. അങ്ങനത്തെ ഇതിന്റെ ട്രെയിലർ കണ്ടാലും നമുക്ക് അറിയാമല്ലോ, അത് ഒരുപാട് അഗ്രഷൻ, ഒരുപാട് ഈ പറഞ്ഞ പോലെ അടിയും തല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സൗണ്ടിന് പ്ലേ ചെയ്യാനുള്ള ഒരു ഉണ്ടല്ലോ. അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ തരുന്നുണ്ട് നമുക്ക്. അങ്ങനെ പടം വരുമ്പോഴാണ് പുതിയ പരിപാടികളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ജോണർ പോലെ ഇരിക്കും നമ്മുടെ എക്സ്പെരിമെന്റ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഹിറ്റ്സ് അഗൈൻ, ഇമ്പാച്ചി ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആണ് വരുന്നത്. വെൻ യു ടേക്ക്, ഇപ്പം തൊട്ടടുത്ത് പറയാണെങ്കിൽ വുഡ് തന്നെയാണല്ലോ അല്ലെ, പ്ലൈവുഡ് ആണോ എന്ന് അറിയില്ല. വി ഹാവ് റൈഫിൾ ക്ലബ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വളയിൽ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് മുസ്താഷ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഐ ഫീൽ ബ്ലെസ്ഡ് ദാറ്റ് അന്ന് ആഷിഖേട്ടനും റെക്സേട്ടനും വിളിക്കണ അവിടെ നിന്നാണ് ഒരു ലാൻഡ് സ്ലൈഡ് തുടങ്ങിയത്. ഇത് മാത്രമല്ല, വേറെ കുറെ സിനിമകൾ ഹാവ് ലൈൻഡ് അപ്പ്. അപ്പം അതെല്ലാം ഇറങ്ങാതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സിനിമ ദാറ്റ് കെയിം ആഫ്റ്റർ റൈഫിൾ ക്ലബ് വാസ് സൂരജിന്റെ കോളേന്ന് ആദ്യം വന്നത്. And when I went in his beats, I'm sure you've heard his other song. പക്ഷേ ആള് ഹിപ്പ് ഹോപ്പ് ഉണ്ടാക്കുന്നത് സാധാരണ സാമ്പിൾ ബേസ് അല്ലെങ്കിൽ ലൂപ്സ് ഒന്നും അല്ല. He has his own way of making songs. So even if മീശന്റെ ബീറ്റ് കേട്ടാലും there are no samples or anything. എല്ലാം ആള് പ്രോഗ്രാം ചെയ്ത സാധനങ്ങളാണ്. And it's very different. Its structure is different. സാധാരണ ഒരു ഹിപ്പ് ഹോപ്പ് സോങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വേഴ്സ് വരും, അല്ലെങ്കിൽ ഒരു ഹുക്ക് വന്ന് വേഴ്സ് ഹുക്ക് ബ്രിഡ്ജ്, മേ ബി അങ്ങനത്തെ ഒരു സ്ട്രക്ചർ. ആൾക്ക് അങ്ങനെ സ്ട്രക്ചർ ഒന്നുമില്ല. He has a very organic way of going at it, so I was very excited. It's got a swing also. അതാ ട്രാക്കിന്റെ ഭംഗി അതാണ്. ഫുൾ ടൈം നമ്മൾ heads generally bobbing from അവസാനം തൊട്ട് അറ്റം വരെ ഉണ്ട്. ഈയിടെയായിട്ടൊരു സായിബ് ജോണി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോറിനർ ഡൺ എ റിയാക്ഷൻ വീഡിയോ. ആൾക്ക് മലയാളം പറഞ്ഞൊന്നും മനസ്സിലാവില്ല, ഫുൾ വൈബിംഗ് ആണ്. ഫുൾ വീഡിയോയിൽ ഇരുന്ന് ഫുൾ പവർ ആയിക്കൊണ്ടിരിക്കും. People who don't understand this language also vibing to it. അടിപൊളി. And another thing, obviously you have your own independent scene going on as well. അപ്പം സ്ട്രീറ്റ് അക്കാഡമിക്സ് അതെങ്ങനെ പോകുന്നു? How's everything with that? Going good. We were a little busy with all the
gigs that were happening. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് മ്യൂസിക് ഉണ്ടാക്കാൻ എല്ലാവരും കുറച്ച് ബിസി ആയി പോയി. ബിക്കോസ് വി ആർ ഓൾവേസ് ട്രാവലിംഗ്. പക്ഷേ ഇപ്പം കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് റെയിനി സീസൺ ആൻഡ് ഓൾ ദ കോളേജ് ആൻഡ് ഓൾ ആർ ക്ലോസ്ഡ്. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി വരാൻ പോകുന്നേ ഉള്ളൂ. സോ വി ആർ വർക്കിംഗ് ഓൺ ആൽബം നൗ. അടുത്ത ആൽബം വരുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് തന്നെ കുറച്ച് സിംഗിൾസ് അരിഗമയും ജേക്സേട്ടനും കേട്ട കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിംഗിൾസ് കമ്മിങ് ഔട്ട് സൂൺ. ദി ആൽബം ഓൾസോ ഹോപ്പ്ഫുള്ളി ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ. ഇത് കഴിഞ്ഞ വർഷം പറഞ്ഞാൽ ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ ഇറങ്ങുന്നു. പക്ഷേ ഈ വർഷം ഇറക്കണം. But that's nice. That's always nice. കാരണം പാട്ട് അതിൻ്റെതായ പേസ് എടുക്കും. It takes time. But the good thing is you're consistent with what you're doing right now. Especially ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇൻഡിപെൻഡൻസ് ഫീലും there's been a lot of collaborations and ഇപ്പോൾ ഇൻഡസ്ട്രി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ എനിക്ക് തോന്നിയത് was always നമ്മുടെ റൈഫിൾ ക്ലബിന്റെ സമയത്ത് lot of people നമ്മൾ ഹനുമാൻ കൈൻഡ് സ്ലോ മോഷനിൽ നടന്നു വരുന്നു. അപ്പോൾ ഇത് റാപ്പ് ചെയ്തത് ഹനുമാൻ കൈൻഡ് ആണെന്നുള്ളൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. And then everyone is like, no, Imbachi is the one who rapped for it. അങ്ങനെ കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എൻ്റെ എല്ലാ കമന്റും അടിയിലും ഹനുമാൻ കൈൻ എന്നാണ്. That's also nice, right? In a way, because ഞാനിവിടെ കൊച്ചിയിലും ബാംഗ്ലൂരിലൊക്കെ പഠിച്ച ഇംഗ്ലീഷ് ഹനുമാൻ US പോയിട്ട് പറയുന്ന ഇംഗ്ലീഷും കൂടി ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സൗണ്ട്സ് ലൈക്ക് someone who's gone outside and the accent is not that Indian. അല്ലെങ്കിൽ something works for an international audience. ഇപ്പോൾ കുറെ Americans and all that are reacting to it because they obviously think that's Hanuman on the track. Nice. So they don't find a difference. They're like, oh, ഇത് വേറെ ടൈപ്പ് റാപ്പ് ഹനുമാൻ ചെയ്യുന്നുണ്ടോ? Obviously the flows are different. Yeah, it was nice. It was again shout out to Hanuman for opening that door for all the rappers here. Bro, he went internationally. I was just telling Suraj Fred again ഒരു പുതിയ പാട്ടിനകത്ത് called Victory Lap. Skepta and all is there. And the second part ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു with Denzel Curry and all. അതിന്റെ അവസാനം ഒന്ന് കേട്ടോ, 2 ലൈൻ ഒരാളൊന്ന് പറയും. That is Hanuman, bro. അടുത്ത ട്രാക്കിൽ Fred again Hanuman is dropping tracks. Skepta ഉണ്ടോ അതിലോ? Skepta, Hanuman, Denzel Curry. Nice. അപ്പം ഗെയിം മാറി എന്നുള്ള ഒരു സാധനമാണ്. So big shout out to him for opening the door. And അപ്പോൾ അവൻ റൈഫിൾ ക്ലബ്ബിൽ ഉണ്ടായ തന്നെ is a very like a and he acted well also. I think he was pakka. ആ റോളിന് പക്കയായിരുന്നു. Killed it. Didn't expect that from a first timer. And ഈ ഒരു കൊളാബറേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ when you take people who worked in the industry and then people who've taken a whole independent route. പണ്ട് അത് രണ്ടായിരുന്നു. But now you see the whole merging. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നു. And as a music producer, music director, how do you think that's helped change നമ്മളുടെ ഒരു മ്യൂസിക് സൗണ്ട്സ്കേപ്പ് ഇൻ നമ്മളുടെ മലയാളം ഇൻഡസ്ട്രി? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ ചേഞ്ചിന്റെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്ഡേറ്റഡ് ആയിട്ട് അതിന്റെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ഹൗ ഓർഗാനിക് ഇറ്റ് ഈസ്, അത് അത്രയും നല്ലത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കത് പിടിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഫോഴ്സ്ഡ് ആണ് അതിലേക്കെങ്കിൽ നമുക്ക് ഈ ജോണേഴ്സിലോട്ട് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കും അതിനെ പിടിക്കാൻ പറ്റില്ല, ഒരു ഗിവ് ആൻഡ് നടക്കില്ല. അപ്പൊ എനിക്ക് ലക്ലി എൻ്റെ ഒരു മ്യൂസിക് സർക്കിളും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ സംസാരിക്കാറുള്ള മ്യൂസിക് സർക്കിൾസ് എല്ലാം അങ്ങനെ പല ഏജ് ഗ്രൂപ്പാണ്. അതായത് ഒരു 16 to 25 മേ ബി ആണ് മെജോറിറ്റി. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആയി പോകും. അപ്പൊ എനിക്ക് പറഞ്ഞ ചേഞ്ച് എനിക്ക് പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് തോന്നില്ല. അപ്പൊ എനിക്ക് കുറെ ബാക്കിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചേഞ്ച് മനസ്സിലാവും, പക്ഷെ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇപ്പൊ ഇമ്മച്ചിനെ പോലുള്ള ആർട്ടിസ്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഗിവ് ആൻഡ് ആണ്. അതായത് എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റ് ഹൈ ഉണ്ട്. ബ്രോ ഇത് വർക്ക്, ഇത് കൊള്ളാം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സാധനത്തിൽ ഇപ്പം ഞാനിപ്പോ ഒരു കൺഫ്യൂസ്, എനിക്കൊരു 70-30 റേഷ്യോയിലാണ് ഞാനിപ്പോ ഒരു കോമ്പോസിഷൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഇപ്പം കേൾക്കുമ്പോൾ പറയാണ് മച്ചാൻ ഇത് വർക്ക്, ഇത് രസമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ 100 ആയി. അതുപോലെ തന്നെ ഹീസ് മേക്കിംഗ് എ വേഴ്സ് കേൾപ്പിക്കുന്ന സമയത്ത് ഇത് മൂടാ എന്ന് പറയുന്ന സമയത്ത് അപ്പൊ ഇതിങ്ങനെ പോവും. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഓരോ ഹൈ കിട്ടുന്ന നമ്മുടെ പ്രൊഡക്ടിവിറ്റി അങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്. നമ്മളിങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എന്റെ പാട്ടുകൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ മീൻസ് എന്റെ കൊളീഗ്സിനെ ഒക്കെ ഞാൻ കേൾപ്പിക്കും. ലോ ക്ലാസിന്റെ പൾസർ അങ്ങനെ പറയും, അങ്ങനെ തന്നെ പറയും. ഫ്രണ്ട്സ് പച്ചക്ക് കാര്യം പറയുമല്ലോ. എന്റെ ഫ്രണ്ട്സ് ആരും നല്ലതാന്ന് പറയാനാ പാട്. എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഇനീഷ്യലി ഇപ്പം ഞാൻ മെയിനായിട്ട് കേൾപ്പിക്കുന്നത് എൻ്റെ കൂടെയുള്ള ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ അല്ലാതെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇടുമ്പോൾ തന്നെ അത് മോശമാണെങ്കിൽ മോശമാണ്, അതായത് കൂടുതലും 1 വേർഡ് ആയിട്ടൊക്കെയാണ്. അപ്പൊ പിന്നെ അതിനകത്തൊരു സംസാരമില്ല. അതായത് നമ്മള് മറ്റേ 2 രാത്രി ഉറങ്ങാതെ ഇരുന്ന് പ്രൊഡ്യൂസ് ചെയ്ത സാധനം കുഴപ്പമില്ല. ഇതിന്റെ ഒരു പോഷൻ വരുമ്പോൾ നിന്റെ മറ്റേ പാട്ടിന്റെ പോലെ അപ്പൊ ഞാനിങ്ങനെ പിന്നെ അതിനെപ്പറ്റി സംസാരമൊന്നുമില്ല. അത് ആദ്യം ഒരു ദേഷ്യം ഉണ്ടെങ്കിലോ അതൊക്കെ പറയാന്ന് തോന്നിയെങ്കിലും ഇല്ല, ദേഷ്യം ഇല്ല. എനിക്ക് കൺസേൺ ആയിരിക്കും. എനിക്ക് എന്നെ കുറിച്ചുള്ള കൺസേൺ ആണ്. പക്ഷെ അതെന്താണ് അത് ശരിയാകാത്തത് എന്നുള്ള കൺസേൺ അതായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ. എന്റെ ഫാമിലിയുടെ അടുത്തൊക്കെ ചോദിച്ചാറിയാം, എനിക്കിങ്ങനെ കൺസേൺ കയറി ഞാൻ ഇങ്ങനെ ഡേയ്സ് ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് എനിക്ക് എപ്പോഴോ പോയിരുന്നു കംപ്ലീറ്റ്ലി മ്യൂസിക് ഒന്നും അങ്ങനെ എനിക്ക് അതിന്റെ ഇതോടെ ഹൈ നഷ്ടപ്പെടുന്നു. പക്ഷെ പിന്നെ ബാക്കിനായ സമയത്ത് ഈ കൺസേൺ ഭയങ്കര ഇതായിരുന്നു. അതേത് പാട്ടിലൂടെയോ അതോ ഇനി പ്രൊജക്ടിലൂടെയായിരുന്നോ തിരിച്ചു വന്നത്? അല്ല, ഞാൻ ഇൻ ബിറ്റ്വീൻ കംപ്ലീറ്റ്ലി ട്രാവലിംഗ് പരിപാടി അങ്ങനത്തെ ഒരു ഇതിലേക്കായി. അത് കഴിഞ്ഞ്
കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഗെയിം ട്രെയിലേഴ്സ് പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. അത് വേറൊരു പരിപാടിയായിരുന്നു. മെയിനായിട്ട് ഫോറിനേഴ്സ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര ഡേറ്റ് സ്പെസിഫിക് ആണ്, പേയ്മെന്റും വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ടിങ്ങിലല്ല അവരുടെ ഇത്. നമ്മൾ ചില സീൻസ് ഒക്കെ ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവര് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു 3-4 ട്രാക്കിൽ തീരുന്ന പ്രൊഡക്ഷനാണ് അവർക്ക് വേണ്ടത്. ആ 3-4 ട്രാക്കിൽ ആ നല്ല സെറ്റ് സൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്ച്വലി ഒരു ചലഞ്ച്. അപ്പൊ അങ്ങനെ കുറച്ച് സാധനം വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാത്ത കുറെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ വീണ്ടും ആ എക്സൈറ്റ്മെന്റ് ആണ് ആക്ച്വലി ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു. I think today there's a lot of venues also. പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമായിരുന്നു. ഇന്ന് ഒരുപാട് ഫോർ ആൻ ആർട്ടിസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഹെൽപ്സ് യു കീപ് അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു തോന്നലുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ചലഞ്ചിങ്. കാരണം ആൾക്കാർ യൂസ്ഡ് ആണ് എല്ലായിട്ട്. അപ്പൊ അവർക്ക് ഈസിലി ചോയ്സ് ഉണ്ട് എന്ത് കേൾക്കണം. നമ്മൾ ഇവരുടെ പേഷ്യൻസ് ലെവലിനെ ട്രിഗർ ചെയ്യാൻ പാടില്ല. ഒരു ട്രാക്ക് പ്ലേ ചെയ്യുമ്പോൾ ഒരു മീൻസ് മേ ബി ഫ്യൂ സെക്കൻഡ്സ് ആയിരിക്കും അതിൽ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ അവർക്ക് അതിൽ ഇന്നാകാൻ പറ്റണം. ഒരു ആഡ് കൈൻഡ് ഓഫ് പരിപാടികളാണ് ഇപ്പം പാട്ട്. ഒരു ആഡ് തുടക്കത്തിൽ കാണുമ്പോൾ നമ്മൾ ഹുക്കാണ പോലെ ആയിരിക്കണം മ്യൂസിക് പോകണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് മേ ബി ഐ തിങ്ക് 100%. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മള് ആൾക്കാരാണെങ്കിൽ പറഞ്ഞാൽ ആ 15 സെക്കൻഡ് ഒരു നമ്മളൊരു 3-3.5-4 മിനിറ്റിന്റെ പാട്ടിൽ ഇഫ് യു കെൻ മേക്ക് ദാറ്റ് ഒരു ഹുക്ക് ഡെമോഗ്രാഫിക് ഇൻ യൂട്യൂബ് യു സീ ഫസ്റ്റ് 15 seconds will peak. അതെ. ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ ഒരു ചാലഞ്ച് ആണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ആ ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം മേ ബി പതുക്കെ പ്രോഗ്രസ് ചെയ്തൊരു ട്രാക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് 10 സെക്കൻഡിൽ ഒരു സാധനം അടിച്ചില്ലെങ്കിൽ ചോദിക്കും ആൾക്കാർ നമ്മുടെ അടുത്തുള്ള സാധനം ഉണ്ടോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മറ്റേ ചെയ്തു വരുമ്പോ എങ്ങനെയാണോ ചെയ്തു പോകുന്നത് അങ്ങനെയാണല്ലോ. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പുതിയൊരു സാധനം. Now talking about the movie, മീശ എന്ന് പറഞ്ഞൊരു മൂവി എടുക്കുകയാണെങ്കിൽ what can we expect from the movie? മെയിൻലി അത് ഒരു മെയിൽ ഈഗോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു മെയിൽ ഡോമിനൻസിനെ ടോക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ഈഗോസ്, ബ്രദർഹുഡ്, റിവെഞ്ച് അങ്ങനെ എല്ലാം ജനറലി വരുന്ന ഒരു ടോപ്പിക്കാണ്. മെയിൻലി മെജോറിറ്റി അതിന്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആണെങ്കിലും ഈ പറയുന്ന എല്ലാ മെയിൽ ഇമോഷൻസ് ഉണ്ടല്ലോ, മെയിൽ ഇമോഷൻസിന്റെ ഒരു പ്രത്യേകത മീൻസ് സട്ടിൽ ആണെങ്കിൽ വെരി സട്ടിൽ, എക്സ്ട്രീം ആണ് വെരി എക്സ്ട്രീം. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് വലിയ ഊട്ടി എല്ലാം ചട്ടി എന്ന് പറഞ്ഞു. അതെ. അപ്പൊ അത് ഇപ്പം ഡിഡ് യു ഗെറ്റ് ടു ട്രാവൽ പറഞ്ഞ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം ഓൾറെഡി കാടും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മളിങ്ങനെ അത്യാവശ്യം ഈ ട്രക്കിങ്ങും കാട്ടുപോക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ കഥ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ പടം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം കുറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റി. സൗണ്ടിങ് വൈസ് കുറെ കാര്യങ്ങൾ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. A bit of the course that he's done. Okay. അടിപൊളി സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. Nice. That's nice. 26-year-old Imbachi. Would you now going back to that time? Do you think whatever you're doing today would have been possible when you thought about it? Every job has its expectations, right? അപ്പോൾ നമ്മളെപ്പോഴും when you comparison is the killer of joy എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വലിയ നമ്മുടെ കൂടെയുള്ള പിയേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും when you see great things you obviously feel little sad that oh fuck ഒരു ദിവസം ഞാൻ അവിടെ എത്തും. പക്ഷേ again back in the day ഞാൻ പണ്ട് ജോലി വിട്ട് കോർപ്പറേറ്റ് ഒക്കെ വിട്ട് ഇതിന് ഇറങ്ങി ആകെ കുറച്ച് സേവിങ്സ് ആയിട്ട് ഇറങ്ങി തിരിയണ സമയത്ത് if that guy saw where I am today, I'm sure that he'd be like happy later. നീ ഇവിടം വരെ എത്തിയല്ലോ എന്നെങ്കിലും ആലോചിക്കണ ഒരു ഞാനും ജോലി വിടണമായിരുന്നു എന്ന് പറഞ്ഞു. അതെ. But that's nice. It's there has been progress അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ നടന്നിട്ടുണ്ട് that would make me feel validated about the thing that I'm into right now. Hopefully it's a long road ahead. Just the beginning. Of course. And ഇതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ പണ്ട് when I've had a talk with you, I've always wanted to talk about this about your mom. Your mom is an avid pet lover, അല്ലേ? Yeah, she extremely avid pet lover. I don't think pet lover is the word. So my parents are both retired. അവർക്ക് now we have around 22 odd dogs at home. At home you have 22 at home inside the house and they're all rescued. ആരും ഒന്നും മേടിച്ച പട്ടികളൊന്നും അല്ല. ആരെങ്കിലും ചിലരൊക്കെ ചാക്കിലൊക്കെ കൊണ്ട് കുട്ടികളൊക്കെ എറിയും. Okay. So they have a whole network here. അപ്പോൾ അമ്മേനെ ആരെങ്കിലും വിളിച്ചു പറയും ഷീൽ കം ഇൻ അഡോപ്ഷന് വെക്കും. ആരും എടുത്തില്ലെങ്കിൽ എൻ്റെ പെട്ട ഹൗസ് യു നോ ഡോഗ്സ് റൈറ്റ്. അവരുടെ മോക്കണ്ട് നമ്മൾ അവസാനം അറ്റാച്ച്ഡ് ആയി പോകും. പിന്നെ നമ്മുടെ കുട്ടികളും അത് അങ്ങനെ അമ്മയ്ക്ക് ഇപ്പോൾ 22 കുട്ടികൾ, ഞാൻ അല്ലാണ്ട് എൻ്റെ ചേച്ചി അല്ലാണ്ട് 22 വേറെ കുട്ടികളുണ്ട്. ഓൾസോ ഈ കടവന്തറ പഴമലാർ ഏരിയയിൽ നോക്കിയാൽ there's a lady who comes in a white scooter always feeding dogs. That's my mom every day. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ആള് എനിക്ക് വീട്ടിൽ എനിക്കൊരു ഹസ്കി വീട്ടിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു നാടൻ ഒരു ക്രോസ് ഉണ്ട്. പൂച്ചകൾ ഇങ്ങനെ വന്നും പോയിരിക്കും. എന്റെ വീട്ടില് കുറെ എണ്ണം ഉണ്ട്. ഞാൻ കുറെ എണ്ണത്തിന് മറ്റേ പ്രസവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് മറ്റേ അമ്പലിക്കൽ കൂടെ കട്ട് ചെയ്ത ഡോക്ടറാണ് ഞാൻ. പക്ഷേ അതേ സെൽഫ് ഇൻഡിപെൻഡന്റ് പോവും, ഒരു ദേശാടനമൊക്കെ കഴിഞ്ഞ് പതുക്കെ വരും എന്നുള്ളൊരു അതൊക്കെ വരും. അതെ സത്യം. But that's nice. I think the number of നാടൻ എന്റെ വീട്ടിലാണല്ലോ, കോട്ടയത്താണുള്ളത്. എന്റെ അനിയനാ കൂടുതലും. അനിയനാണ് അവനെ കുഞ്ഞിലെ ഇതുപോലെ വയ്യാതെ ഒരു വഴിയിൽ നിന്ന് കിട്ടിയ ടേക്കർ ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അവൻ ലൈക്ക് അവിടുത്തെ മെയിൻ ബോഡി ഗാർഡാണ്. അല്ല അവന് സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പറമ്പൊക്കെ ടെറിട്ടറി ഗൈഡ് ചെയ്ത് പോയില്ലെങ്കിൽ അവൻ. ശരി.
ഓ അടിപൊളി, സൂപ്പർ. ബാക്ക് ടു മ്യൂസിക്. നമ്മളെ ഈ യു ഡു എ ലോട്ട് ഓഫ് ലൈവ് ഷോസ്, യു ഡൺ ടൺസ് ഓഫ് ലൈവ് ഷോസ്. ഇപ്പം എസ്പെഷ്യലി കോളേജസിലൊക്കെ ആണെങ്കിലും ഒരുപാട് എവറി ഇയർ ദർ ആർ കപ്പിൾ ഓഫ് ആനുവൽ മ്യൂസിക് ഷോസ് ആൻഡ് കോൺസേർട്സ്. അപ്പം ഐ യു മോർ ഓഫ് ഈ പറഞ്ഞ പോലെ പെർഫോമർ, ഡു യു പ്രിഫർ പെർഫോമിങ് ഓർ ഈ പറഞ്ഞ പോലെ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്ത് റിലീസ് ചെയ്യുന്നത്, അതാണോ കൂടുതൽ ഇഷ്ടം? വിച്ച് പ്രോസസ് ഡു യു എൻജോയ് മോർ? I find happiness or excitement in doing something new, like how he was saying. എന്തെങ്കിലും പുതിയൊരു ജോണറിൽ അല്ലെങ്കിൽ സംതിങ് ഡിഫറെന്റ് ചെയ്യുമ്പോൾ ആ സന്തോഷം കിട്ടുന്നത് is doing tracks itself. പക്ഷേ പെർഫോമൻസ് is another monster on its own, like the adrenaline rush that you get on stage and ആൾക്കാരുടെ റിയാക്ഷൻ, what you made in your bedroom, ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യണ കാണാൻ is another joy. Both of it. I think it goes hand in hand. Any memorable ആയിട്ട് നിൽക്കുന്ന ഒരു ഇവന്റ് ഉണ്ടോ? Probably one of your best moments of a we live did a show. show with Vedin I think couple of months back. ചാത്തന്റെ ക്ഷേത്രം ഇവിടെ, ചാത്തന്റെ അമ്പലം എന്ന് പറയും, പെരിങ്ങോട്ടങ്ങര ചാത്തൻ ക്ഷേത്രം. നമുക്ക് ആൾക്കാരെ സാഗരമാണ്, 10,000 ആൾക്കാരെന്തോ ആണ് വന്ന് നിൽക്കണം. എനിക്ക് അറ്റം കാണാൻ പറ്റുള്ള ആൾക്കാരുണ്ട്. ഇവിടെ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട് പുറത്ത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. സോ മച്ച്. അപ്പൊ വേടന് വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. we had the opportunity to be open for him that day. Lovely, yeah. So it was crazy, bro. I couldn't see the end. Like സാഗരം ഓഫ് ആൾക്കാർ. അപ്പം അന്നും they got ഈ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള പേര് പറയുമ്പോൾ നമ്മുടെ മലയാളം കുറച്ച് പ്രശ്നമാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പേരുമാണ്. പിന്നെ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായി. ഓജിയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഈ പാട്ട് പമ്പരം നിങ്ങളുടെ കരിക്കിന്റെ പമ്പരം, കരിക്കല്ല ബ്രോ, സ്ട്രീറ്റ് അക്കാഡമിക്സ് പമ്പരം. പിന്നെ കലവില്ല പാഞ്ഞിങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ദേനോ. അപ്പൊ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ ഈ പാട്ടിൽ പാടുമ്പോൾ ആൾക്കാർ വൈബ് ചെയ്യുന്നുണ്ട്, കൂടെ പാടുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഈ സ്ട്രീറ്റ് അക്കാഡമി അനൗൺസ് ചെയ്യുമ്പോൾ ആർക്കും റിയലി ന്യൂ. ബട്ട് വൺസ് വി പെർഫോംഡ് ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദി സെറ്റ് എല്ലാവരും ആ 10,000 ആൾക്കാർ എന്നിട്ട് പൊളിക്കണത് കാണാൻ വേറൊരു തന്നെയായിരുന്നു. സൂര്യേട്ടാ, ഡു യു ലൈക്ക് ലൈവ് ആണോ? എനിക്ക് പേടിയാ. വുഡ് യു വാണ്ട് ടു എക്സ്പ്ലോർ? ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ലൈവ് ആർട്ടിസ്റ്റുകളോട് ഭയങ്കര റെസ്പെക്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എനിക്ക് പേടിയാ. മേ ബി ഒരു തവണ he has an amazing voice. I don't know what he's scared of. അല്ല, മേ ബി ഒരു സർപ്രൈസ് ആയിട്ട് നെക്സ്റ്റ് ഷോയിൽ ഒന്ന് കാണാൻ പോകും. സർപ്രൈസ് ആയിട്ട് ഇവൻ സർപ്രൈസ് ആയിട്ട് വരാണ്ടിരിക്കണം. സർപ്രൈസ് ആയിട്ട് വരാണ്ടിരിക്കും അങ്ങനെ. ബട്ട് നൈസ്. അപ്പൊ നമുക്ക് ഇന്ന് ചെറിയൊരു ലൈവ് ചെയ്താലോ? വലിയ ഓഡിയൻസ് ഇല്ല, നമ്മൾ ആ കൂടെ 4-5 പേരേ ഉള്ളൂ. ആൻഡ് ദെൻ നമുക്ക് മീഷ മുസ്താഷ് എന്ന് പറഞ്ഞ ട്രാക്ക് അങ്ങ് പാടിയാലോ? ഓ പാടാം. വന്നു മൂടും പൂടക്കാട് മൂക്കിൻ താഴെ വട്ടം പീരിക്കല് ആണെന്ന് ചൊല്ലല് കണ്ണുമൂടും കത്തികേറ്റും പല കുറി കൂടെ നടന്ന മുഖങ്ങൾ പലതിനി 4-3 7 പൂട കിളുത്തത് വട്ടം പീരി മുണ്ടു മാടിക്കുത്തിക്കെട്ടി കണ്ടില്ലെന്നു നടിച്ചവർ അനവധി എത്തിക്കുത്തി നോക്കും ചത്തൊന്നറിയാനായി. And I feel like the best. This must be a test, 'cause I swear I've been willing this alley. I'm killing a swing, I connect. Grab me a check, stand to collect. This that reality, call it a flex. Hold up. Mustache. അപ്പം വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഇൻ തിയേറ്റേഴ്സ്? നമ്മൾ മീഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീഷ സച്ച് എ സോളിഡ് നെയിം ഫോർ എ മൂവി. ഐ എം സർപ്രൈസ്ഡ് അങ്ങനെ ഒരു പേരിൽ എന്തുകൊണ്ട് ഒരു പടം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് യു നോ, ബട്ട് നമ്മൾ കുറെ കാലമായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ പ്രേമം എന്നൊക്കെ പറയുന്ന പോലെയാണ്. മീഷ സച്ച് എ സോളിഡ് മലയാളം ടേം. ഒറ്റ വാക്കിൽ ഇറ്റ് ടെൽസ് യെസ് മാസ്കുലിനിറ്റി, മെൻ ഇൻ ജനറൽ, all the good and bad comes with it. മീഷയുടെ കൂടെ. അപ്പൊ ഈ ഒരു പടത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അതായത് ഓൾ ഗുഡ് ആൻഡ് ബാഡ് കം വിത്ത് ദിസ്. ഈ മീഷ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാസ്കുലിനിറ്റി, ഒരു മെയിൽ ഡോമിനന്റ് ഒരു അറ്റ്മോസ്ഫിയറിനെ കാണിക്കുന്ന ഒരു രീതിക്കാണ്. പടവും അങ്ങനെ തന്നെയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം. ഞാൻ കഥ കേൾക്കുമ്പോൾ തന്നെ കതിർ, ഹക്കീം, ഷൈൻ ടോം ചാക്കോ ആണ് ഈ 3 ക്യാരക്ടേഴ്സാണ്. സുധീകോപ്പ. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്കോർ ചെയ്യുമ്പോഴും നമുക്കെപ്പോഴും സ്കോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന എപ്പോഴും സീൻ്റെ ഒരു സ്ട്രക്ചർ, സീൻ്റെ ഒരു ഇതാണ്. അപ്പം MC ജോസഫ് അടിപൊളിയായിട്ട് കൺസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DOP സുരേഷ് രാജൻ. ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കുറച്ചുകൂടെ വേറൊരു അറ്റ്മോസ്ഫിയറും വേറൊരു ടെറൈനിലേക്കൊക്കെയാണ് പടം പോകുന്നത്. അപ്പം സൗണ്ട് ഡിസൈൻ ആണെങ്കിലും സ്കോർ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ കുറെ സിറ്റിയിലുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്, പിന്നീട് കാട് കയറി പോകുന്നുണ്ട്. അതെ. അപ്പം മെജോറിറ്റി അങ്ങനത്തെ ഒരു മൂഡാണ് പടം വേറൊരു മൂഡാണ്. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഞാനും എക്സൈറ്റഡ് ആ. തിയേറ്ററിൽ പല്ല് കടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? കടിക്കുമായിരിക്കും.